Zion Medical College Hospital, Adur, Pathanamthitta. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീൻ എന്ന ഏജൻറ്റിനെ കുറിച്ചാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ സൺസ്ക്രീൻ എന്തിനാണെന്നുള്ളത് വ്യക്തമായ ധാരണയില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ സൺസ്ക്രീൻ സാധാരണഗതിയിൽ നമ്മൾ സൗന്ദര്യവർദ്ധ ഏജൻ്റായിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. അതല്ല, ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ലൈഫിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായ, അതായത് അത്യാവശ്യമായ ഒരു ഘടകമായിട്ടാണ് ഞാനത് കാണുന്നത്. നമുക്ക് നമ്മുടെ സൂര്യപ്രകാശത്തിൽ പല ഘടകങ്ങളുണ്ട്. ചിലത് ഭൂമിയിൽ വരുത്തില്ല, അത് വിനാശകാരിയാണ്, മനുഷ്യൻ്റെ ജീവന് തന്നെ അപകടകരമാകും. പിന്നെ ചിലത് നമുക്ക് ഭൂമിയിൽ വരും, അതാണ് അൾട്രാ വയലറ്റ് ശ്രേണിയിൽ. ഈ അൾട്രാ വയലറ്റ് ശ്രേണികൾ 1 സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും, 2 അലർജി ഉണ്ടാക്കും, 3 കളർ ചേഞ്ച് ഉണ്ടാക്കും, സൺബേൺസ് ഉണ്ടാക്കും. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഈ ലൈറ്റ് സ്പെക്ട്രത്തെ തടയുന്നതിനും പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെവിടെയൊക്കെ ഈ സൂര്യപ്രകാശം തട്ടുന്നതെന്നുള്ളത് വ്യക്തമായൊരു ധാരണ നമുക്കില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ മുഖത്ത്, കഴുത്തിന് മുൻഭാഗത്ത്, കഴുത്തിന് പിൻഭാഗത്ത്, നമ്മുടെ തുറന്ന് കിടക്കുന്ന കയ്യിൽ, കാലിൽ, പാദത്തിൽ, പിന്നെ വയറിൻ്റെ പുറം കാണുന്നില്ല, ഇത്രയും ഭാഗത്താണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻസ് നമുക്ക് തേച്ച് കഴിയുമ്പോൾ 6 മണിക്കൂർ പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിക്ക് സാധാരണ പറയാറുണ്ട്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു 20-25 മിനിറ്റിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉദാഹരണത്തിന് മുഖത്ത് തേച്ച്, ആൾക്കാർക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ടി പിടിച്ചിരുന്നാൽ എന്തോ കോമാളി വേഷം വരും. അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ സ്വന്തം സ്കിൻ കളർ മാത്രമേ പിന്നെ പുറത്ത് കാണാവൂ. അത് നമ്മൾ രാവിലെ ഈ പറഞ്ഞ സമയത്ത് തേച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് ജോലിക്ക് പോകാം. 6 മണിക്കൂർ കൊണ്ട് ഇതെന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അലിഞ്ഞില്ലാതാവും. പിന്നെ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിയർപ്പുണ്ടാവും. വിയർത്ത് വരുമ്പോൾ വിയർപ്പ് പുറത്തേക്ക് വരുന്ന ആ വിടവിൽ കൂടെ വീണ്ടും അൾട്രാ വയലറ്റ് അകത്ത് കയറും. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ മിക്കവാറും ഉച്ചഭക്ഷണ സമയമാവും. നമുക്കപ്പോൾ ഒരു തുണി കൊണ്ട് കംപ്ലീറ്റ് തുടച്ച് മാറ്റിയിട്ട് ഒന്നും കൂടി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 6 മണിക്കൂർ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ 2 മണിക്ക് തേച്ചാൽ വൈകിട്ട് 8 മണി വരെ. മാക്സിമം സൂര്യപ്രകാശം 6:30 വരെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുടച്ച് കളയാം. പിന്നെ ഇതാണ് സൺസ്ക്രീൻസ്. പിന്നെ പല വിലയിലുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. പക്ഷേ നല്ല സൺസ്ക്രീൻസ് വാങ്ങുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് വില കൂടുതലായിരിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല സൺസ്ക്രീൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും കാലം പ്രൊട്ടക്ഷൻ കിട്ടും, മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. വില കുറഞ്ഞ സൺസ്ക്രീൻ ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചില അസുഖങ്ങൾ വരും, ഇപ്പോൾ അധിക ചിലവും ഉണ്ടാകും. അതാണ് സൺസ്ക്രീനിന്. ഇത്രയും ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത്രയും വിവരങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ സംസാരത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ.